ബാലനഗർ ഐ ടിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എംപ്ലോയബിലിറ്റി സ്കിൽ ഇൻസ്പെക്ടർ വർഗീസ് എം ടി. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വിഷയം ക്ലാസിഫിക്കേഷൻ ഓഫ് ഹസാർഡ്സ്, ആപത്തുകൾ പലതരം. ഹസാർഡ് ഈസ് എ ടൈപ്പ് ഓഫ് ഡേഞ്ചർ ഓർ റിസ്ക് ഇൻ ദ വർക്ക് പ്ലേസ് that can cause harm or damage to humans, property or the environment. ഹസാർഡ് എന്നത് മനുഷ്യർക്കോ വസ്തുക്കൾക്കോ പരിസ്ഥിതിക്ക് തന്നെ മുറിവിനോ നാശത്തിനോ കാരണമാകാം. ഹസാർഡ്സിന് കാരണമാകുന്നത് ജനങ്ങളോ യന്ത്രസാമഗ്രികളോ പരിസ്ഥിതിയോ മെറ്റീരിയൽസോ അസംസ്കൃത വസ്തുക്കളോ പ്രക്രിയയോ ആണ്. ഹസാർഡ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ടു ഡിഫറെൻറ്റ് ടൈപ്സ്. ഇത് പലതിരിക്കാം. ഹസാർഡ്സ് ഓൺ ദ ബേസിസ് ഓഫ് ദെയർ ഒറിജിൻ, സോഴ്സ് ഓർ ഇഫക്റ്റ്. ഹസാർഡ്സിനെ തരംതിരിക്കുന്നത് ഒറിജിനോ ഓർ സോഴ്സ് ഓർ ഇഫക്ട്സ് അതിനെ ആധാരപ്പെടുത്തിയാണ്. Some types of hazards that can happen in the workplace include തൊഴിലിടത്തിൽ സംഭവിക്കാവുന്ന ആപത്തുകളിൽ ചിലതാണ് ഫിസിക്കൽ ഭൗതികമായത്, കെമിക്കൽ രാസപരമായത്, ബയോളജിക്കൽ ജൈവികമായിട്ടുള്ളത് ബാക്ടീരിയ, വൈറസ് അങ്ങനെയുള്ളത് കൊണ്ടുണ്ടാകാവുന്ന അസുഖങ്ങൾ, സേഫ്റ്റി റിലേറ്റഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട്, ആൻഡ് എർഗണോമിക് ഹസാർഡ്സ് ശാരീരികമായി ഉണ്ടാകുന്ന ആപത്തുകൾ. ക്ലാസിഫിക്കേഷൻ ഓഫ് ഹസാർഡ്സ് നേരത്തെ പറഞ്ഞതിനെയാണ്. സേഫ്റ്റി ഹസാർഡ്സ്, ബയോളജിക്കൽ ഹസാർഡ്സ്, ഫിസിക്കൽ ഹസാർഡ്സ്, എർഗണോമിക് ഹസാർഡ് ആൻഡ് കെമിക്കൽ ഹസാർഡ്സ്. ബയോളജിക്കൽ ഹസാർഡ്സ്, മൈക്രോബ്സ്, ചെറിയ തരം രോഗാണുക്കളെയാണ് അല്ലെങ്കിൽ ചെറു കീടങ്ങളാണ്. പ്ലാന്റ്സ്, സസ്യജാലങ്ങളിൽ നിന്നുണ്ടാകുന്ന, അനിമൽസ് മൃഗങ്ങളിൽ നിന്നുണ്ടാകുന്നത്, ജനറ്റിക്കലി മോഡിഫൈഡ് ഏജൻസ് അതിൻ്റെ ജന്മന ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് അല്ലെങ്കിൽ അതിൻ്റെ ഉൽപാദന പ്രക്രിയയിലൂടെ ഉണ്ടാകുന്ന കാര്യങ്ങളാണ് ജനറ്റിക്കലി മോഡിഫൈഡ് ഏജൻസ്. ഫിസിക്കൽ ഹസാർഡ്സ്, നോയിസ് ശബ്ദം, പ്രൊജക്ടൈൽസ് വലിച്ചെറിയപ്പെടുന്നു അല്ലെങ്കിൽ പുറന്തള്ളപ്പെടുന്നു ആയ വസ്തുക്കളിൽ നിന്നുണ്ടാകുന്നത്, ഹീറ്റിംഗ് ഡിവൈസസ് ചൂടിൽ അല്ലെങ്കിൽ ചൂടുണ്ടാക്കുന്ന വസ്തുക്കളിൽ നിന്നുണ്ടാകുന്നത്, മൂവിങ് മെഷീനറി ആക്സിഡൻറ്റ്സ് ചലിക്കുന്ന യന്ത്ര സാമഗ്രികളിൽ നിന്നുണ്ടാകുന്ന അപകടങ്ങൾ, സ്ലിപ്പിംഗ് വീഴ്ച, തെറ്റി വീഴുക, തെന്നി വീഴുക. മൂന്നാമത്തെയാണ് കെമിക്കൽ ഹസാർഡ്സ്. ഒന്ന് റിയാക്റ്റീവ്സ്, നമ്മൾ രാസപദാർത്ഥങ്ങളൊക്കെ ഡീൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് മനുഷ്യൻ്റെ ശരീരവുമായിട്ട് അല്ലെങ്കിൽ മറ്റു വസ്തുക്കളുമായിട്ട് റിയാക്ട് ചെയ്യുന്നത്. ടോക്സിൻസ് വിഷമുള്ളത്, ഫ്ലെയിമബിൾസ് തീപിടിക്കാവുന്നത്, കൊറോസീവ്സ് ദ്രവീകരണം ഉണ്ടാക്കാവുന്ന, ഇതിനെ പറ്റിയൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ് കെമിക്കൽ ഹസാർഡ്സ്. അടുത്തത് സൈക്കോളജിക്കലാണ്, മാനസികമായ സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കാവുന്ന ഇതാണ് നാലാമത്തെ, സ്ട്രെസ്. ക്ലാസിഫിക്കേഷൻ ഓഫ് ഹസാർഡ്സ് 4 അതിൻ്റെ വിശദീകരണമാണ്. ഫിസിക്കൽ ഹസാർഡ്സ് ഭൗതികമായ ആപത്തുകൾ. Hazards that cause injury to workers when an object, piece of equipment or material comes in contact with the worker. ഏതെങ്കിലും ഒരു വസ്തുവോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കഷ്ണമോ യന്ത്രത്തിൻ്റെ ഭാഗങ്ങളോ വന്ന് മനുഷ്യനിൽ പതിക്കുകയോ അല്ലെങ്കിൽ അതിൽ നിന്നുണ്ടാകാവുന്ന ആപത്ത്. ഫോർ എക്സാമ്പിൾ ഫയർ, തീ, അൺഈവൻ സർഫസ് നാം നിൽക്കുന്ന നിരപ്പില്ലാത്ത സ്ഥലം, വർക്കിംഗ് അറ്റ് ഹൈറ്റ്സ് ഉയരത്തിൽ നിന്ന് വർക്കിംഗ് ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ് സുരക്ഷിതമല്ലാത്ത തുറന്ന ഇലക്ട്രിക്കൽ യന്ത്ര സാമഗ്രികൾ അല്ലെങ്കിൽ ഉപകരണങ്ങൾ.
രണ്ടാമത്തെയാണ് കെമിക്കൽ ഹസാർഡ്സ്. ഹസാർഡ്സ് ദാറ്റ് അറൈസ് ഡ്യൂ ടു ദ ടോക്സിക് പ്രോപ്പർട്ടീസ് ഓഫ് കെമിക്കൽസ്. വിഷവസ്തുക്കളിൽ നിന്നും ഉണ്ടാകാവുന്ന അപകട സാധ്യതകളാണ് ഈ കെമിക്കൽ. ഫോർ എക്സാമ്പിൾ കെമിക്കൽസ്, രാസവസ്തുക്കൾ, ഇൻഫ്ലേമബിൾ സബ്സ്റ്റൻസസ്, തീപിടിക്കാവുന്ന വസ്തുക്കൾ, കൊറോസീവ് സബ്സ്റ്റൻസ്, ദ്രവീകരണം സംഭവിപ്പിക്കാവുന്ന വസ്തുക്കൾ, ഓക്സിഡൈസിങ് സബ്സ്റ്റൻസ്, തുരുമ്പിടിക്കാനുള്ള സാധ്യത, കാർസിനോജനിക് സബ്സ്റ്റൻസസ്. മൂന്നാമത്തെയാണ് ബയോളജിക്കൽ ഹസാർഡ്സ്. ഹസാർഡ്സ് ദാറ്റ് അറൈസ് ഡ്യൂ ടു organisms or substance produced by other harmful organisms. നമ്മുടെ സിസ്റ്റത്തിനെ ബാധിക്കുന്നതാണ്. ഇപ്പോൾ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളതാണ് കൊറോണ. അതൊരു ബയോളജിക്കൽ ഹസാർഡാണ്. ഫോർ എക്സാമ്പിൾ ബാക്ടീരിയ ആൻഡ് വൈറസ്, ഫംഗി, ഇൻസെക്റ്റ് ഓർ അനിമൽ ബൈറ്റ്സ്, കീടങ്ങളോ മൃഗങ്ങളിൽ നിന്നുള്ള കടി, പോയിസണസ് പ്ലാന്റ്സ്, വിഷ ചെടികളിൽ നിന്നും, ആനിമൽസ് വേസ്റ്റ്, മൃഗങ്ങളുടെ അവശിഷ്ടങ്ങളിൽ നിന്ന്, ഹ്യൂമൻ വേസ്റ്റ്, മനുഷ്യൻ്റെ വിസർജ്യത്തിൽ നിന്നുണ്ടാകും. നാലാമത്തെയാണ് സൈക്കോളജിക്കൽ ഹസാർഡ്സ്, മാനസികമായി ഉണ്ടാകുന്ന ആപത്തുകൾ. ഹസാർഡ്സ് ദാറ്റ് റിസൾട്ട് ഇൻ മെൻ്റൽ ഡിസ്ട്രസ് ഓർ ഡിസ്ട്രാക്ഷൻ, മാനസിക സമ്മർദ്ദം കൊണ്ടോ അശ്രദ്ധ കൊണ്ടോ ഉണ്ടാകുന്നതാണ്. ഫോർ എക്സാമ്പിൾ വയലൻസ്, എക്സ്ട്രീം പ്രഷർ അറ്റ് വർക്ക് പ്ലേസ്, കൂടുതൽ സമ്മർദ്ദം തൊഴിലിടത്തിലുണ്ടാകുമ്പോൾ, കോൺഫ്ലിക്ട്സ് അറ്റ് വർക്ക് പ്ലേസ്, ഭിന്നത ഉണ്ടാകുക, ഫെറ്റീഗ്, ക്ഷീണം, ഹരാസ്മെൻറ്റ്, മറ്റുള്ളവർ നമ്മളെ കുറ്റം പറയുന്നൊരവസ്ഥ. നമ്മൾ തൊഴിലിടത്തിൽ ഉണ്ടായിരിക്കുന്ന കുറേ സിമ്പിൾസാണ്. ഈ സിമ്പിൾസ് കൃത്യമായി മനസ്സിലാക്കി അതിന് വേണ്ടതായ നടപടികൾ എടുക്കേണ്ടതാണ്. ആക്സിഡൻസ് ഇൻ ദ വർക്ക് പ്ലേസ്, ഒരു സർവേ റിപ്പോർട്ടാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഓരോ വർഷമൊക്കെ അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നോക്കി മനസ്സിലാക്കുക, ആപത്തുകൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇത് കഴിഞ്ഞ ക്ലാസ്സിൻ്റെ തുടർച്ചയാണ്. രണ്ടാമത്തെ വർക്ക് ബുക്കിൻ്റെ മോഡ്യൂൾ 3-ലെ ഓക്യുപ്പേഷൻ സേഫ്റ്റി ആൻഡ് എൻവയോൺമെൻറ്റ് ആൻഡ് ഹെൽത്ത് എഡ്യൂക്കേഷൻ 4-ാമത്തെ ചാപ്റ്ററാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഹസാർഡ്സ്. പേജ് നമ്പേഴ്സ് 102 മുതൽ 104 വരെ. ഒരു യൂട്യൂബിൻ്റെ ലിങ്ക് ഉണ്ട്. ആ ലിങ്ക് നോക്കി വർക്ക് പ്ലേസ് സേഫ്റ്റിയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാവുന്നതാണ്. താങ്ക് യു.